بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് വളരെ ചെറിയൊരു ദുആയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തരാതെ ഈ പ്രാർത്ഥനയുടെ ഗൗരവത്തെ പറ്റി നമ്മൾ കുറച്ചൊന്ന് അറിയേണ്ടതുണ്ട്. വെറും രണ്ട് വരികൾ മാത്രമല്ല, നമുക്ക് വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്നുൽ മുസ്ലിമിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണിത്. അപ്പോ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഗൈസിന്റെ ദിവസത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉച്ചരിക്കാത്ത ഒരു സമയം പോലും ഉണ്ടായിരിക്കൂല ഗൈസില്, പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്നു അപ്പോഴേക്കും സ്വലാത്ത് പറയാ. പൊതുവെ സാധാരണഗതിയിൽ 10 ഒരു സ്വലാത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചജറ് നൽകുന്നതെങ്കിൽ റമദാനിൽ കണക്കില്ലാത്തതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മള് അവിടെ അശ്രദ്ധമായി പോകാതിരിക്കുക, ഒരു നന്മ പോലും നിസ്സാരമാക്കാതിരിക്കുക. അതുപോലെ തന്നെ നെയ്യത്ത് പുതുക്കിക്കൊണ്ട് ആയിരിക്കണം ഇതിലുള്ള ഓരോരുത്തരും ചേർന്നിരിക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനയിലേക്ക് ആദ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. തുടർന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. എന്തിൽ നിന്നാണ്? മിൻ ശർരി മാ അമിൽതു, ഞാൻ പ്രവർത്തിച്ച, ഞാൻ ചെയ്തു പോയതിന്റെ തിന്മകളിൽ നിന്നൊക്കെയും അതിന്റെ ഷെറുകളിൽ നിന്നൊക്കെയും അല്ലാഹുവേ ഞാൻ ഇതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വശർരി മാ ലം അഅമൽ, അതുപോലെ തന്നെ ഞാൻ ചെയ്യാത്ത, ഞാൻ പ്രവർത്തിക്കാത്തതായിട്ടുള്ളതിന്റെ തിന്മയിൽ നിന്നും അല്ലാഹുവേ ഞാൻ ഇതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിലൂടെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞതിലൂടെ, അഥവാ എല്ലാ രക്ഷയിൽ നിന്നും, തിന്മയുടെ എല്ലാ തരത്തിലുള്ള രക്ഷയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. അഥവാ ഒരു വ്യക്തി അവൻ ചെയ്തു പോയ അവന്റെ അവന്റെ കഴിഞ്ഞു പോയിട്ടുള്ള കാലത്ത് അവൻ ചെയ്തതായിട്ടുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും എന്ത് ചെയ്യാണ്? അവൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യാത്തതായിട്ടുള്ള, ഇനി ഭാവിയിൽ ചെയ്തേക്കാം എന്നുള്ളതായിട്ടുള്ള തെറ്റുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് കാവലിനെ തേടാണ്. ഇത് ചെയ്തു പോയേക്കാവുന്ന. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, ഒരു മനുഷ്യന് അവനൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത്, അവനൊരു തെറ്റ് ചെയ്തു, അവൻ അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്തതിന്റെ തെറ്റ്, അവൻ ഉറപ്പായിട്ടും അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? കാവലിനെ തേടേണ്ടതുണ്ട്, രക്ഷ ചോദിക്കേണ്ടതുണ്ട്, അതിൽ നിന്നും പാപമോചനം തേടേണ്ടതുണ്ട്, അല്ലെ? പക്ഷെ ഒരുവൻ ചെയ്യാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അമൽ എന്ന് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ ഭാവിയിൽ ചെയ്തേക്കാവുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, നമ്മൾ വിത്തിട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് വിത്ത് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ടാവും. പിന്നീട് അതിന്റെ ചെയ്തികളൊന്നും നമ്മൾ മുഖേന വന്നിട്ടില്ലെങ്കിലും നമ്മൾ അറിയാതെ, നമ്മൾ ചെയ്യാതെ നമുക്ക് തിന്മകൾ വന്ന് ഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഏറ്റവും നിസ്സാരമായിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കാത്തതിന്റെ തെറ്റിൽ നിന്നും അള്ളാഹു നിന്നോട് രക്ഷ ചോദിക്കുന്ന സമയത്ത്
അവിടെ ഏറ്റവും വളരെ നിസ്സാരമായിക്കൊണ്ട് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഒരു വളരെ ചെറിയൊരു ഉദാഹരണമാണ്, നമ്മളെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗാഡ്ജറ്റുകൾ, നമ്മളെ മക്കൾക്കായാലും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് ആർക്കായാലും കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ അവിടെ അവരെ ഉണർത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ തിന്മകളിലേക്കും ലഹവുകളിലേക്കും ലായ്വുകളിലേക്കും വഴി തുറക്കുന്ന തരത്തില് നമ്മൾ അവയെ തുറന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതുമല്ല നമ്മൾ ഒരു എന്താ ഹൈറല്ലാത്തതായിട്ടുള്ള ഒരു മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോർവേഡ് ചെയ്യണമെങ്കിൽ, പിന്നീട് അത് നമ്മൾ അറിയാതെ നമ്മൾ പ്രവർത്തിക്കാതെ അതിന്റെ സൈഡ് എഫക്റ്റുകളായിക്കൊണ്ട് നമ്മിലേക്ക് വന്നു ചേരുന്ന തിന്മകൾ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നാളെ റബ്ബിന്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, കഴിഞ്ഞ നമ്മളെ ഗൈസിന്റെ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായില്ലേ, എന്തൊക്കെ അല്ലാഹുമ്മഗ്ഫിർലി ഖതീഅതി വജഹ്ലി വഹസ്ലി വജിദ്ദി, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ മുക്കും മൂലയും പെറുക്കി പെറുക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നാളെ അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും പെട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ അവിടുന്നും അള്ളാന്റെ കാരുണ്യം കൊണ്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതെ, എന്നെയും റബ്ബിന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എന്നാണ് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ടവർ, നമ്മൾ ചെയ്ത തെറ്റുകൾ തന്നെ അത് നമ്മൾ ജഹലിനെ കൊണ്ടും തമാശനെ കൊണ്ടും സീരിയസ് ആയിട്ടും ബോധമില്ലാതെയും ബോധത്തോടു കൂടി ചെയ്ത കുറേ തെറ്റുകളുണ്ട് അല്ലെ? അത് തന്നെ നമുക്ക് കാവലിനെ തേടി അതിൽ നിന്ന് തന്നെ നമ്മൾ മുക്തമാകുന്ന ഇല്ല ഒരു സൈഡിലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കൊണ്ട് തന്നെ നമ്മൾ വളരെ പേടിച്ചിട്ടാണ് ഉള്ളതെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കി, നാളെ റബ്ബിന്റെ മുൻപിൽ എത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള, നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യാത്തതായിട്ടുള്ള തെറ്റുകളെ കൊണ്ട് നമ്മളെ ഹിസാബില്, നമ്മളെ കണക്കില് നമ്മൾ ചെയ്യാത്തതായ തെറ്റുകൾ വന്നിങ്ങനെ വരുന്ന ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വ്യക്തമായി പ്രത്യക്ഷത്തിൽ ഒരുവൻ അതിന് ആമിലായിട്ടില്ലെങ്കിലും, ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, അവൻ സബബായിക്കൊണ്ട്, നമ്മൾ കാരണമായിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള ഒരു റീസണിനെ കൊണ്ട് നമ്മൾ ചെയ്യാതെ കൂടുന്ന കുറെ തെറ്റുകളുണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞതിനെയും വരാനിരിക്കുന്നതിനെയും, നമ്മൾ പ്രത്യക്ഷത്തിൽ ചെയ്തതിനെയും നമ്മൾ പ്രത്യക്ഷത്തിൽ ചെയ്യാതെ നമുക്ക് വന്നു ഭവിക്കാവുന്ന തെറ്റുകളെയും ഇവിടെ ഒന്നാകെ മുഴുവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അടിമയായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? അള്ളാഹുവാണ് വലിയായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു നേരത്തെ ചിന്തിക്കാതെ, ജഹല് എന്ന് പറഞ്ഞില്ല, ഒരു നേരത്തെ നമ്മളെ ജഹലിനെ കൊണ്ട് നമ്മൾ പാകിയ വിത്തുകള് നമ്മൾ അറിയാതെ അതെന്ത് ചെയ്യാണ്, ഒരുപാട് മരമായി, പിന്നീട് ഒരുപാട് മരങ്ങളായി നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങനെ തിന്മകൾ ഇങ്ങനെ ഏടുകൾ ഇങ്ങനെ കൂടുന്ന ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അതിനെ മുഴുവനായിക്കൊണ്ട് ഞാൻ ചെയ്യാത്തതായിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതിന്റെ തെറ്റിൽ നിന്നും, അതിന്റെ ഷർറുകളിൽ നിന്നും, ഷെറ് എന്ന് പറയുന്ന സമയത്ത് ആ തെറ്റ് എന്ന് മാത്രമല്ല, അതിന്റെ ഉപദ്രവത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ദോഷത്തിൽ നിന്ന്, അതിന്റെ തിന്മയിൽ നിന്ന്, അതിന്റെ ആ പ്രയാസത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടോ അല്ലാഹുവേ, അതിൽ നിന്നൊക്കെ നിന്നോട് ഔദുബിക എന്നുള്ളതിൻ്റെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കേസിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അള്ളാഹുവിലേക്കാണ് ഓടുന്നത്, അള്ളാഹുവിനോടാണ് ശരണം ചോദിക്കുന്നത്, അള്ളാഹുവിനോടാണ് കാവലിനെ തേടുന്നത്. അവനിൽ നിന്ന് മാത്രമാണ് ആ സംരക്ഷണം ഉള്ളത് എന്നുള്ള ബോധ്യത്തിൽ അള്ളാഹുവിലേക്ക് ഓടുകയാണ്. അപ്പൊ ഓരോ വ്യക്തിയും ഈ ഒരു പ്രാർത്ഥന നമ്മളെ നാവിനേക്കാൾ ഉപരി നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന വളരെ എളുപ്പമായിട്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ എളുപ്പല്ലേ?
ഇത് ഭയങ്കര ഈസിയാണല്ലോ, ഇതിലിപ്പോ എന്താ അത്ര ഉള്ളത് എന്ന് കരുതി നമ്മൾ വിടാനുള്ളതല്ല. ഇതിലിപ്പോ എന്താ അത്ര ഉള്ളത്, ശരിമ അമിൽത്തു ശരിമ ലം അഅമൽ. പക്ഷെ അതിന്റെ രണ്ടിന്റെയും ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, കാവലിനെ തേടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, ഈ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മനുഷ്യന്മാർ എത്രമാത്രം ദഅഫാണ്, എത്രമാത്രം ദുർബലരാണ്, എത്രമാത്രം ദുർബലരാണ് എന്നുള്ളത് ഈ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പഠിപ്പിച്ചു തരാണ്. കാരണം അള്ളാഹുവേ, നിന്റെ അടുത്ത് നിന്റെ വേണം, അഥവാ തൊർഫത്തായി ഒരു കണ്ണിമ വെട്ടണ നേരം പോലും എന്റെ അടുത്ത് കേൾപ്പിക്കല്ലേ എന്ന് നമ്മൾ പറയാണ്. ഇപ്പൊ ചെയ്തതും ചെയ്തു പോയതും ഇനി വരാനിരിക്കുന്നതിൽ നിന്നും അള്ളാഹുവെ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ തേടുന്നത്. നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിൽ കാണാൻ പറ്റും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്താ പറയുന്നത്? വത്തഖൂ, നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചോളണേ. എന്താണ്? ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ശിക്ഷ വന്നെത്തുന്നത്, ഒരു പരീക്ഷണം വന്നെത്തുന്നത് അതെന്ത് നിമിത്താണ്? നിങ്ങളിലെ അക്രമികൾക്ക് മാത്രമായിട്ടായിരിക്കൂല അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ശിക്ഷ, അതിന്റെ ദോഷം ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് മാത്രമായിരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം ഇറക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാവരും പെടും. അതുകൊണ്ട് തന്നെ വത്തഖൂ, നിങ്ങൾ സൂക്ഷിച്ചോളനെ എന്നുള്ള സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. നമ്മൾ, എനിക്ക് തോന്നുന്നു സുബ്ഹാനല്ലാഹ്, ഈ ഗൈസിൽ നമ്മൾ കൂടുതൽ ഇത്തവണത്തെ ഗൈസിൽ 8 ദുആകളിൽ കൂടുതലും നമ്മൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടുള്ള, തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ് പഠിച്ചിട്ടുണ്ടായിരിക്കുക. അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. വളരെ ലളിതമായിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ സദാ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? പാപമോചനം തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, അൽ വദൂദാണ്, അർ റഹീമാണ് എന്നുള്ളത് വ്യക്തമായി ബോധ്യം ഉണ്ടായിരിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടെ പ്രാർത്ഥന പറയാം ഇൻഷാ അല്ലാഹ്, ഒരുമിച്ച് പറയാ ബിഇദ്നില്ല. എന്നിട്ട് ഇവിടുന്ന് മനഃപ്പാഠമാക്കിയതിനു ശേഷം എണീക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വശർരി മാ ലം അഅമൽ. اللهم إني أعوذ بك من شر ما عملت وشر ما لم أعمل. الله سبحانه وتعالى നമുക്ക് ഏവർക്കും എളുപ്പം നൽകുമാറാകട്ടെ. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. اللهم إنا نعوذ بك من شر ما نعمل وشر ما لم نعمل. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.